നമസ്കാരം. മിനി സ്ക്രീൻ പ്രേക്ഷകർക്കും ബിഗ് സ്ക്രീൻ പ്രേക്ഷകർക്കും ഏറെ പ്രിയങ്കരിയാണ് മഞ്ജു പിള്ള. തുടക്കകാലത്ത് കോമഡി റോളുകളിലാണ് കൈകാര്യം ചെയ്തിരുന്നതെങ്കിലും ഇപ്പോൾ വളരെ കരുത്തുറ്റ കഥാപാത്രങ്ങളെയാണ് മഞ്ജു അവതരിപ്പിക്കുന്നത്. മികച്ച പ്രതികരണങ്ങളാണ് ഓരോ കഥാപാത്രങ്ങൾക്കും ലഭിക്കുന്നത്. അടുത്തിടെ താരം നടത്തിയ മേക്ക് ഓവറുകളും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ടെലിവിഷൻ കോമഡി പ്രോഗ്രാമായ ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരിയിലെ ജഡ്ജിയാണ് താരം. സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ് മഞ്ജു പിള്ള. നടി പങ്കുവയ്ക്കാറുള്ള ചിത്രങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത്. മാത്രമല്ല, താരത്തിന്റെ സ്വകാര്യ ജീവിതവും പലപ്പോഴും ചർച്ചയാകാറുണ്ട്. താൻ സംവിധാനം ചെയ്ത സിനിമയായ ജെയിംസ് ആൻഡ് ആലീസ് ജീവിതത്തിൽ പ്രതിഫലിച്ചുവോ എന്ന ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു സുജിത്. പ്രതിഫലിച്ചിരുന്നുവെങ്കിൽ നേരെ തിരിച്ചായിരിക്കുമല്ലോ സംഭവിക്കുക. ഞാനും മഞ്ജുവും കഴിഞ്ഞ 2-3 വർഷമായി പിരിഞ്ഞിരിക്കുകയായിരുന്നു. കഴിഞ്ഞ വർഷം വിവാഹമോചിതരുമായി. സിനിമയിലേതുപോലെ സംഭവിച്ചിരുന്നെങ്കിൽ നേരെ തിരിച്ചാകും സംഭവിച്ചിട്ടുണ്ടാവുക. ഞങ്ങളെല്ലാം പൊരുത്തപ്പെട്ട് വീണ്ടും ഒരുമിച്ചേനെ. ജീവിതവും സിനിമയും വേറെ വേറെയാണ്. ജീവിതത്തെ ജീവിതമായും സിനിമയെ സിനിമയായും കാണുക. ജീവിതത്തിൽ സന്തോഷം കൊണ്ട് നടക്കുക എപ്പോഴും. ജീവിതത്തിൽ നടന്നതും നടക്കുന്നതും നടക്കാനിരിക്കുന്നതുമെല്ലാം നമുക്ക് തടയാൻ പറ്റില്ല. അവരെ കല്യാണം കഴിച്ചതിനെയും തടയാൻ പറ്റില്ലായിരുന്നു. ഒരുപക്ഷെ ഇതില്ലെങ്കിൽ വേറൊരാൾ വിധിച്ചിട്ടുണ്ടാകും. അതിലേക്ക് എത്തിച്ചേർന്നേക്കും. അതിനെയാണ് വിധിയെന്ന് പറയുന്നത്. പല ഘടകങ്ങൾ കൂടിച്ചേർന്നതാണ് ജീവിതം. ഇതൊരു ഘട്ടമാണ്. അതും കടന്നു പോവുക എന്നാണ് അദ്ദേഹം പറയുന്നത്. എത്ര നാൾ വിഷമിച്ചിരിക്കും? ഒരാൾ നമ്മളെ വിട്ടു പോകുമ്പോഴോ നമ്മുടെ കൂടെ ഇല്ലാത്തപ്പോഴോ അതാണ് സന്തോഷം എന്ന് പറയാനാകില്ല. ആ വിഷമഘട്ടത്തിൽ നിന്ന് മാറേണ്ടത് എങ്ങനെയാണ് എന്നല്ലേ ചിന്തിക്കേണ്ടത്. എല്ലായ്പ്പോഴും പോസിറ്റീവായിരിക്കാൻ ശ്രമിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ വർഷം എൻ്റെ അനിയൻ മരിച്ചുപോയി. അത് എപ്പോഴും കൂടെ കൊണ്ട് നടക്കാൻ പറ്റില്ലല്ലോ. അതിൽ നിന്നും എങ്ങനെ മറികടക്കാം എന്നല്ലേ ചിന്തിക്കുക. അച്ഛനായാലും അമ്മയായാലും അവർക്ക് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമാണ്. പക്ഷെ മാറിയല്ലേ പറ്റൂ. അപ്പോൾ എവിടെയാണോ സന്തോഷമുള്ളത് അത് കണ്ടെത്തണം. വിവാഹശേഷം സിനിമ വിട്ടതിനെ കുറിച്ചും അദ്ദേഹം സംസാരിച്ചു. വിവാഹശേഷം ഉത്തരവാദിത്തം വരും, പണം വേണ്ടി വരും. ഒരു ഘട്ടത്തിൽ എത്തുന്നത് വരെ സിനിമയിൽ പണം ഉണ്ടാക്കാൻ സാധിക്കില്ല. നമുക്ക് പേരും ഡിമാൻഡും ഉണ്ടാകുമ്പോൾ നടക്കും. അതുവരെ കഷ്ടതയായിരിക്കും. എത്തിപ്പെടാൻ പറ്റുമെന്ന് യാതൊരു ഉറപ്പുമില്ലാത്ത മേഖലയുമാണ് സിനിമ. അതേസമയം വീണ്ടും സിനിമയിലേക്ക് തിരികെ വരാൻ കാരണം മഞ്ജു ആണെന്നും സുജിത് പറയുന്നു. തീർച്ചയായും മഞ്ജുവാണ്. കുഴപ്പമില്ല, സാമ്പത്തികം മാനേജ് ചെയ്യാമെന്ന് പറഞ്ഞത് മഞ്ജുവാണ്. മഞ്ജു അങ്ങനെ പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ വീണ്ടും വരില്ലായിരുന്നു. അതിനാൽ ഞങ്ങളുടെ പല ഇഷ്ടങ്ങളും വേണ്ടെന്ന് വെച്ചു. 5-6 കൊല്ലം യാത്രകളൊക്കെ വേണ്ടെന്ന് വെച്ചു. മഞ്ജു അന്ന് സീരിയലുകൾ ചെയ്തു തുടങ്ങിയിരുന്നു. അന്നത്തെ കാലത്ത് പ്രതിഫലം വളരെ കുറവായിരുന്നു. അതിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ നേരിട്ടിരുന്നു. സിനിമ ചെയ്യുന്നില്ല, സീരിയൽ തുടരുകയാണെന്ന് പറഞ്ഞപ്പോൾ സിനിമാറ്റോഗ്രാഫർ ആകാൻ എത്ര വർഷം എടുക്കുമെന്ന് ഞാൻ മഞ്ജു ചോദിച്ചു. 5 വർഷത്തിനുള്ളിലെന്ന് ഞാൻ പറഞ്ഞു. 5 വർഷം ശ്രമിക്കി, ബാക്കി നമുക്ക് പിന്നെ കാണാമെന്ന് മഞ്ജു പറഞ്ഞുവെന്നും അദ്ദേഹം പറയുന്നു. You're watching me on metromatney.com. On metromatney.com. Metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.